ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നത് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ. മലയാള സിനിമയെ ആകെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു മാറ്റത്തിന് ഇവിടെ സാഹചര്യം തെളിഞ്ഞു വരികയാണ്. മലയാള താര സംഘടനയായ അമ്മയുടെ നേതൃസ്ഥാനത്തുള്ള നേതാക്കൾ പിന്മാറുകയാണ്. അല്ലെങ്കിൽ അവരുടെ കാലാവധി തീരുമ്പോൾ അവരിനി മുന്നോട്ട് ഈ നേതൃസ്ഥാനങ്ങൾ വഹിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. നമ്മുടെ ലാലേട്ടനും ഇടവേള ബാബു ചേട്ടനും. ഇടവേള ബാബു എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ അമ്മ എന്ന സംഘടനയുടെ സെക്രട്ടറി. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനായിരുന്നു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ നമ്മുടെ ഇടവേള ബാബു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇനി അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ മാറുകയാണ്, ഞാൻ ഒഴിയുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന് ഇനി പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നും നമ്മുടെ ഇടവേള ബാബു ചേട്ടൻ കഴിഞ്ഞ ദിവസം കൊടുത്ത ആ ഒരു അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. ജൂൺ 30-നാണ് അടുത്ത അമ്മ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനിരിക്കുന്നത്. സോ ആ ദിവസം തന്നെ പുതിയ പ്രസിഡന്റും അതുപോലെ തന്നെ പുതിയ സെക്രട്ടറിയും ആരൊക്കെയാണ് എന്ന് തീരുമാനിക്കപ്പെടും. ജൂൺ 3 തൊട്ടാണ് അതിലേക്കുള്ള ഔദ്യോഗികമായിട്ടുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുന്നത്. ആരൊക്കെ ഏതൊക്കെ പാനലിൽ മത്സരിക്കും, അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് ആരെങ്കിലും ഒക്കെ മത്സരിക്കാൻ നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ജൂൺ 3 കഴിയുമ്പോഴൊക്കെ മെല്ലെ അറിയാൻ തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടവേള ബാബു ചേട്ടൻ കൊടുത്ത ആ ഒരു ഓൺലൈൻ മീഡിയ അഭിമുഖത്തിൽ പുള്ളി 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി എന്ന നടൻ അടുത്ത പ്രസിഡന്റ് ആയിട്ട് വരണം എന്നാണ് ഇടവേള ബാബു ചേട്ടൻ പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിരിക്കണം അടുത്ത ഒരു സെക്രട്ടറി സ്ഥാനത്തേക്ക് വരേണ്ടത്. അതിൽ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ഇടവേള ബാബു ചേട്ടൻ പറയുന്നുണ്ട്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഒരുപാട് ബാക്കിയുള്ള നടന്മാർ, ഇപ്പൊ ജയറാം ആണെങ്കിലും ശരി, സുരേഷ് ഗോപി ആണെങ്കിലും ശരി, നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 2-3 നടന്മാരാണ് അവര്. പക്ഷെ എങ്കിൽ പോലും ലാലേട്ടൻ, മമ്മൂക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ ഇത്രത്തോളം സ്നേഹിച്ച് ഒരു മുഴുവൻ സമയവും സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. അതുപോലെ തന്നെ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, പുള്ളി അതനുസരിച്ച് നിൽക്കുകയുള്ളൂ. ഇങ്ങനെ കുറെ റീസൺസ് നമ്മുടെ ഇടവേള ബാബു ചേട്ടൻ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന വ്യക്തി, കുഞ്ചാക്കോ ബോബന്റെ കാര്യം ഇടവേള ബാബു ചേട്ടൻ പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു നായികയ്ക്ക്, ഒരു താരനായികയ്ക്ക് സംഭവിച്ച ഒരു വിഷയം കുറെ കാലങ്ങളായിട്ട് നമ്മൾ മാധ്യമങ്ങൾ വഴി അറിയുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു നായികയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം പറഞ്ഞ ഒരു നിലപാടിൽ തന്നെ ഇന്നുവരെയും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ചാക്കോ ബോബൻ. അതുകൊണ്ട് തന്നെ പുള്ളിയെ പോലെ അത്രയ്ക്കും ഉറച്ച് ഒരു നിലപാടിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണം എന്നാണ് ഇടവേള ചേട്ടൻ പറയുന്നത്. എനിക്കും തോന്നി. കാരണം ഇന്ന് മലയാള സിനിമ എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മലയാള സിനിമയ്ക്ക്. കാരണം ലോകമെമ്പാടുമുള്ള സിനിമയോടൊപ്പം തന്നെയാണ് ഇന്ന് മുട്ടി നിൽക്കുന്നത് നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു വൻ ഇൻഡസ്ട്രി. കാരണം വേറെ ഏതൊരു സ്ഥലത്ത്, ഇപ്പൊ തമിഴ്നാട്ടിൽ പോയാലും ശരി, തെലുങ്കാന, നമ്മുടെ കർണാടകത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് അറിയാം. ഇപ്പൊ പ്രേമലു എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഇറങ്ങിയതിൽ തെലുങ്കിൽ വരെ അവിടുത്തെ ഡയറക്ടേഴ്സ് എടുത്ത് ആഘോഷിക്കുകയാണ് ഇങ്ങനത്തെ ഒരു പടം വന്നതിന്. സോ അങ്ങനെയുള്ള നല്ല നല്ല ഒരുപാട് സിനിമകൾ, ഒരുപാട് ക്രിയേറ്റിവിറ്റികൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള പടങ്ങൾ, ലൈക്ക് പ്രേമലു എന്ന് പറയുന്നത് ഒരുപാടങ്ങ് ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ചെയ്തൊരു പടമാണെന്ന് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നില്ല. പക്ഷെ ആളുകളെ പിടിച്ചിരുത്താൻ, ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാൻ, അത് മലയാളം ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള ഇൻഡസ്ട്രികളിലുള്ള ഡയറക്ടേഴ്സിനെ പോലും എന്റർടൈൻ ചെയ്യിച്ച് പിടിച്ചിരുത്താൻ ആ ഒരു സിനിമയ്ക്ക് പറ്റിയെങ്കിൽ അതിനകത്തെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും അവരുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം യൂസ് ചെയ്തതുകൊണ്ടാണ്. സോ അങ്ങനെയുള്ള ആളുകൾ ഇന്ന് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. സോ ഏറ്റവും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്ന് മലയാളം സിനിമ ഇൻഡസ്ട്രിക്കുള്ളത്. സോ അതിലെ മെയിൻ ഒരു ഭാഗമായിട്ടുള്ളത് നമ്മുടെ അമ്മ എന്ന് പറയുന്ന ഒരു താര സംഘടന തന്നെയാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ അഭിനേതാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഫേസ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഈ അമ്മ എന്ന് പറയുന്നത്. ഫെഫ്ക എന്ന് പറയുന്ന ഡയറക്ടേഴ്സ് അസോസിയേഷനും ചില ആക്ടേഴ്സുമായിട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും ഇവിടെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു താര സംഘടന തന്നെയാണ്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്ക് ലാലേട്ടനാണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്കറിയാം
നമുക്കറിയാം ലാലേട്ടൻ ഒരുപാട് സിനിമകളുടെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. സോ എപ്പോഴും ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഓടി വന്ന് ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനിരിക്കാൻ പറ്റണമെന്നില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ഥാനത്ത് നിന്ന്, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാനുള്ള ഒരു കാരണം. അതൊരു നല്ല തീരുമാനമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ലാലേട്ടന് പറ്റുന്നില്ല, ലാലേട്ടന്റെ തിരക്കുകൾ ഉണ്ടെങ്കിൽ ഒരു സ്ഥാനം നമ്മൾ വഹിക്കുമ്പോഴത്തേക്ക് ആ സ്ഥാനം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണം. ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്. നമ്മളൊരു സ്ഥാനത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ പിന്നെ നിൽക്കാൻ ആ ഒരു പരിപാടിക്ക് നിൽക്കരുത്. അത് പല രീതിയിൽ ലാലേട്ടൻ പലപ്പോഴും പല വേദിയിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യം തന്നെയാണ് ലാലേട്ടൻ അവിടെ ചെയ്തിരിക്കുന്നത്. ലാലേട്ടന് പറ്റുന്നില്ല, ലാലേട്ടന്റെ തിരക്കുകൾ കാരണം. സോ ലാലേട്ടൻ മാറുന്നു. സോ അത് അടുത്തൊരാൾ അതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് അയാൾക്കും ഇപ്പൊ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഒരുപാട് ഇപ്പം ഈ ഒരു കാര്യം നമ്മുടെ ഓൺലൈൻ മീഡിയകളോട് നമ്മുടെ ഈ ഒരു ഇടവേള ബാബുചേട്ടൻ ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പൃഥ്വിരാജ് റിയാക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഇതിനായിട്ട് ഒരു ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമെന്ന് പൃഥ്വിരാജ് എങ്ങും പറഞ്ഞിട്ടില്ല. മറിച്ച് പൃഥ്വിരാജ് പറയുന്നത് എനിക്ക് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ആലോചിക്കണം. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനും ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ഒരുപാട് പടങ്ങൾ പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പടങ്ങളിൽ പുള്ളി കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പുണ്ട് അതിന്റെ ഡയറക്ടേഴ്സിന്, ഞാൻ വന്ന് ടോട്ടലി ഈ പടത്തിന്റെ കൂടെ നിന്ന് ഫുൾ കമ്മിറ്റ്മെന്റ് ആ ഒരു പടത്തിന് തരുമെന്ന്. സോ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനെ സംബന്ധിച്ച് പുള്ളി കൊടുത്തിരിക്കുന്ന വാക്കിന് കൂടെ നിൽക്കേണ്ട ഒരാളാണ്. ആ ഒരു സമയത്ത് പുള്ളി ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പുള്ളിക്കും അത് കംപ്ലീറ്റ്ലി ആ ഒരു സ്ഥാനത്തിരുന്ന് എല്ലാവർക്കും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എന്തൊരു പ്രശ്നം വന്നാലും അവിടെ ഓടിയെത്താൻ പറ്റുന്നില്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനും ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൃഥ്വിരാജ് അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. കുഞ്ചാക്കോവിന്റെ കാര്യമാണെങ്കിൽ ഒന്നും അങ്ങനെ പുറത്ത് കുഞ്ചാക്കോവൻ ഇതിനായിട്ടും പറഞ്ഞിട്ടില്ല. അതായത് സെക്രട്ടറി ആയിട്ട് വരുമെന്നോ ഇല്ലെന്നോ അങ്ങനെ ഒന്നും കുഞ്ചാക്കോവൻ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇടവേള ബാബുചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പൃഥ്വിരാജിന്റെ സൈഡിൽ നിന്ന് പൃഥ്വിരാജ് ഇങ്ങനെ ഒരു മറുപടിയാണ് പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഉറപ്പൊന്നും ഇതിനായിട്ടും പറഞ്ഞിട്ടില്ല. പക്ഷെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. പല തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ വന്ന് മറ്റേ ഭയങ്കര ഗംഭീരമായിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. സോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ആ ഒരു ഗംഭീര ഒരു ആർട്ടിൽ, ആ ഒരു കലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അവരുടെ ഒരു സംഘടന അതുണ്ടെങ്കിൽ ആ ഒരു സംഘടനയിൽ ഇരിക്കുന്നവർ അത്രയും ക്വാളിറ്റിയും അതുപോലെ തന്നെ എപ്പോഴും അവർക്ക് വേണ്ടി നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുമായിരിക്കണം. പക്ഷേ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ ഈ ഒരു സംശയം മാത്രമേ ഉള്ളൂ. പൃഥ്വിരാജിനും ആ ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജ് വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ട് രീതിയിൽ ഞാൻ ഇതിനെ നോക്കിക്കണ്ടു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ആർട്ടിസ്റ്റുകൾക്കും വരാൻ തുടങ്ങും. അവരുടെ എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ പൃഥ്വിരാജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ദഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുമോ ആ ഒരു പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നല്ല ഡൗട്ട് ഉണ്ട്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ നമുക്കറിയാം. പൃഥ്വിരാജ് എന്ന് പറയുന്ന പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അയാൾ പല സാഹചര്യങ്ങളിലും ഓവറായിട്ട് അയാളുടെ റിയാക്ഷൻ കുറച്ചും കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, അതൊരു പൃഥ്വിരാജിനെ സംബന്ധിച്ചാൽ പുള്ളി ഒരിക്കലും അത് തെറ്റായിട്ട് ചിലപ്പോൾ കാണുന്നില്ലായിരിക്കും. പുള്ളി അത് നല്ല ഒരു പോസിറ്റീവ് ഒരു കാര്യമായിട്ടായിരിക്കും എടുക്കുന്നത്. ആളുടെ മുഖത്ത് നോക്കിയും എനിക്ക് പറയാം, എന്തും പറയും, എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാമെന്നുള്ളൊരു കാര്യം. പക്ഷേ അത് സ്ഥലവും സാഹചര്യവും നോക്കി പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് പൃഥ്വിരാജ് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സോ ആ ഒരു കാര്യത്തിൽ ഒരു പ്രായമുള്ള ആളുകൾ ഒരുപാട് പേരുള്ള ഒരു സംഘടനയാണ് ഈ അമ്മ സംഘടന എന്ന് പറയുന്നത്. സോ അവിടെയുള്ള ആളുകൾക്ക് മുന്നിൽ പൃഥ്വിരാജ് അങ്ങനെ നിന്ന് പറയുമ്പോൾ എല്ലാവരും അത് എങ്ങനെ എടുക്കണം എന്ന് എനിക്കില്ല. അതുപോലെ തന്നെ ഞാൻ വേറൊരു വാർത്ത അറിഞ്ഞത്, നമ്മുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു ഇടപെടലൊക്കെ അതിനകത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് പൃഥ്വിരാജ് അല്ലെങ്കിൽ പുതിയ തലമുറയിലുള്ള ആളുകളെ പിടിച്ച് ഇങ്ങനെ ഒരു സ്ഥാനമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നമാകില്ലേ? ഇന്നസെന്റ് ചേട്ടനെ പോലുള്ള ആളുകൾ ഇരുന്നിരുന്ന ഒരു സ്ഥാനമല്ലേ, അപ്പൊ ഇച്ചിരി പ്രായമുള്ളവർ വരണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഒരു കാര്യവുമില്ല. ഗവൺമെന്റിന് ഒരിക്കലും അതിനകത്തേക്ക് ഇടപെടേണ്ട കാര്യമില്ല. എന്നിട്ട് കൂടി ഗവൺമെന്റിനകത്ത് ഏതോ ഒരു മന്ത്രിയും ഒരു MLA ഒക്കെ അതിനകത്തൊക്കെ ഒരു തല ഇട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ എന്തായാലും ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നല്ലൊരു വ്യക്തി തന്നെ വരണം. രാജുവേട്ടന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, പൃഥ്വിരാജിന് തന്നെ ഈ ഒരു തിരക്കുകളാണ് പുള്ളി പറയുന്നത്. എനിക്കും തോന്നിയ ഒരു കാര്യം, അങ്ങനെ തിരക്കുള്ള ഒരാൾ വരാതിരിക്കുന്നതാണ് നല്ലത്. ബെറ്റർ കുറച്ചും കൂടെ നല്ലൊരു വ്യക്തി, ലൈക്ക് എപ്പോഴും എന്തൊരു പ്രശ്നം വന്നാലും ആളുകളുടെ കൂടെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചാക്കോച്ചൻ സെക്രട്ടറി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെ നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നു. ഈസ് എ നൈസ് പേഴ്സൺ, ലൈക്ക് ഒരു നല്ല അഭിനേതാവാണ്, അതിലുപരി നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ്. സോ പുള്ളി വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. രാജുവേട്ടന്റെ കേസിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. രാജുവേട്ടൻ വരുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമല്ല. പക്ഷേ രാജുവേട്ടൻ വന്നാൽ എപ്പോഴും എന്തൊരു പ്രശ്നം വന്നാലും ഓടിയെത്താൻ പുള്ളിക്ക് പറ്റുമോ എന്നുള്ളൊരു സംശയം. അത് പുള്ളിയും വാല്യൂ കൊടുക്കുന്നത്, പുള്ളിയും അത് കണക്കാക്കി തന്നെയാണ് ഒരു മറുപടി ഇതുവരായിട്ടും പുറത്ത് പറയാത്തത്. അതായത് ഞാൻ ഏറ്റെടുക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല.
പുള്ളിയും ഈ ഒരു ലാലേട്ടന്റെ ആ ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരിക്കും. പുള്ളി ഒരു സ്ഥാനം ഏറ്റെടുത്താൽ അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, ഇല്ലെങ്കിൽ ആ പരിപാടി ഏറ്റെടുക്കാൻ വരരുത്. എനിക്കും പറയാനുള്ള അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. രാജുവേട്ടൻ തീരുമാനിക്കട്ടെ. എന്തായാലും 3-ാം തീയതി തൊട്ട് അവിടെ നോമിനേഷൻസ് പരിപാടികളൊക്കെ തുടങ്ങും അവിടെ. അപ്പം സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന ആളുകളുമുണ്ട്. ആരാണെങ്കിലും നല്ലൊരാള് മേളിലേക്ക് വരട്ടെ. കാരണം മലയാള സിനിമ ഇൻഡസ്ട്രി നേരത്തെ ആദ്യമേ തൊട്ട് പറയുന്ന പോലെ തന്നെ മലയാളം സിനിമ ഇൻഡസ്ട്രി ഓരോ ദിവസം കഴിയുമ്പോൾ മേപ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഒരു താങ്ങാണ് ഒരു അമ്മ എന്ന് പറയുന്ന സംഘടന. സോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഏറ്റവും നല്ലൊരാൾ തന്നെ ആയിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൃഥ്വിരാജൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, ഇവിടെ അടി കിട്ടാൻ പോകുന്ന നമ്മുടെ ദിലീപേട്ടനെ പോലുള്ള ചില ചേട്ടന്മാർക്കാണ്. പിന്നെ അകത്തോട്ട് കയറാൻ ഒന്നാമത് ഇപ്പൊ വെളിയിലാണ്, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അകത്തോട്ട് കയറി വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി എന്തായാലും ആ ഒരു പരിപാടി നടക്കാനുള്ള ചാൻസ് ഇല്ല. രാജുവേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അകത്തേക്ക് ദിലീപേട്ടന് കയറാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് നല്ല രീതിയിലുണ്ട് ഇവിടെ പ്രേക്ഷകർക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് 30-ാം തീയതി വരെ കാത്തിരിക്കാം. അടുത്ത പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഒക്കെ അപ്പോൾ നമുക്ക് അറിയാം. എന്തായാലും നല്ലൊരാൾ വരട്ടെ. ഞാൻ വീണ്ടും അതാണ് പ്രാർത്ഥിക്കുന്നത്. നല്ല ഒരു സെക്രട്ടറിയും പ്രസിഡന്റും വരട്ടെ. മലയാള സിനിമ ഇൻഡസ്ട്രി മുന്നോട്ട് കുതിക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് രാജുവേട്ടൻ വരുന്നതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്, രാജുവേട്ടൻ തന്നെയാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം കമന്റ് ബോക്സിലൂടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ നഷ്ടങ്ങളൊന്നും വരാനില്ല. എന്ത് മനോഹരമായ നാടാണ്.